നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 29-ാം തീയതി രാജ്ഭവനിൽ പന്തലൊരുങ്ങുന്നു. പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ നടത്താനുള്ള ഒരുക്കങ്ങളാണ് തുടങ്ങിയിരിക്കുന്നത്. പന്തലും മറ്റും ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. സർക്കാരിൽ നിന്ന് അനൌദ്യോഗിക അറിയിപ്പ് കിട്ടിയതോടെയാണ് ഗവർണർ 29-ാം തീയതി സമയം നൽകിയിരിക്കുന്നത്. പക്ഷേ 24-ാം തീയതി LDF യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിന് ശേഷം മാത്രമേ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഔദ്യോഗിക തീരുമാനമുണ്ടാകൂ. അതിനുശേഷം മുഖ്യമന്ത്രി ഗവർണർക്ക് രേഖാമൂലം അറിയിപ്പ് നൽകും. നിശ്ചയിച്ചതിനേക്കാൾ ഒരു ദിവസം നേരത്തെ ഡൽഹിക്ക് പോയ ഗവർണർ 28-ാം തീയതി മടങ്ങിയെത്തും. സത്യപ്രതിജ്ഞ കഴിഞ്ഞ് 30-ന് വീണ്ടും പോകുമെന്നതും മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് യോഗത്തിൽ താൻ നാമനിർദ്ദേശം ചെയ്ത ചിലരെ പ്രവേശിപ്പിക്കാത്ത സംഭവം ഗവർണർ നിരീക്ഷിച്ചിട്ടുണ്ട്. സെനറ്റ് യോഗത്തിന്റെ വിശദാംശങ്ങൾ ചാൻസലർക്ക് സമർപ്പിക്കുമ്പോൾ ഇക്കാര്യത്തിൽ തുടർ നടപടി ഉണ്ടാകാനാണ് സാധ്യത. കേരള സർവകലാശാലയിൽ ഗവർണർക്കെതിരെ കെട്ടിയ ബാനർ അഴിക്കാൻ പോലും സാധിക്കാത്ത ഈ ഒരു സാഹചര്യത്തിൽ കാലിക്കറ്റിൽ അദ്ദേഹം വിചാരിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന സംശയം ശക്തമാണ്. അതേസമയം മന്ത്രിമാരായ KV ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും ഈ മാസം 29-ന് സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്നാണ് സൂചന കിട്ടിയത്. രണ്ടാം പിണറായി സർക്കാരിലെ ക്യാബിനറ്റ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഡിസംബർ 24-ന് ചേർന്ന ഇടതുമുന്നണി യോഗത്തിൽ തീരുമാനമെടുക്കും. പിണറായി സർക്കാർ 2.5 വർഷം പൂർത്തിയാക്കുമ്പോൾ ഇടതുമുന്നണിയിലെ 2 ഘടകകക്ഷികൾ മന്ത്രി പദവി മറ്റ് 2 ഘടകകക്ഷികൾക്ക് കൈമാറണമെന്ന് മുൻപ് തന്നെ ധാരണയുണ്ടായിരുന്നു. മറ്റു മന്ത്രിമാരുടെ ചുമതലകൾ മാറുന്നതിനനുസരിച്ച് വകുപ്പ് മാറ്റം വേണ്ട എന്നാണ് പാർട്ടിയുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട്. അന്തിമ തീരുമാനം എടുക്കുന്നതിന് പിന്നാലെ നിലവിലെ ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജുവും തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവകോവിലും രാജി സമർപ്പിക്കും. ഗണേഷ് കുമാറിന് ഗതാഗത വകുപ്പും കടന്നപ്പള്ളിക്ക് തുറമുഖ വകുപ്പും കിട്ടിയേക്കാമെന്നാണ് റിപ്പോർട്ട്. ക്യാബിനറ്റ് പുനഃസംഘടന നടപ്പാക്കുന്നതോടെ ഏക MLA-മാരുള്ള മുന്നണിയിലെ RJD ഒഴികെയുള്ള കക്ഷികൾക്കെല്ലാം സർക്കാരിൽ പ്രാതിനിധ്യം ലഭിക്കും. മന്ത്രിസ്ഥാനം കിട്ടാത്ത RJDക്ക് മറ്റു സ്ഥാനങ്ങൾ നൽകുന്നത് പരിഗണിക്കേണ്ടി വരുമെന്നാണ് LDF നേതാക്കൾ നൽകുന്ന വിവരം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.